ഇന്നാണല്ലേ നാരായണൻകുട്ടിയുടെ മുഖത്ത് കാണാനുണ്ട് അതിന്റെ ഒരു സന്തോഷം. മുഹൂർത്തൊക്കെ നോക്കിയോ? നല്ല ദിവസാന്ന് പറഞ്ഞു പണിക്കര്. മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കണോട്ടോ കല്യാണമേ. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടല്ലേ കുട്ടി ഇങ്ങനെ നല്ലൊരു കാര്യം ഒത്തു വന്നത്. അമ്മ ഒരുങ്ങി കഴിഞ്ഞല്ലോ. ആ കുട്ടി ഇന്നത്തെ ദിവസം ഈ കുപ്പായം ഇട്ടോട്ടെ. ഇന്നലെ രാത്രി നീ ഉറങ്ങില്ല അല്ലേടി? തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന കണ്ടു. ഓരോന്നാലോചിച്ച് ഉറക്കം വന്നില്ലേ അമ്മേ? സന്തോഷം വന്നാലും ഉറക്കം വരില്ലായിരിക്കും അല്ലേ? ഈശ്വര, തല നല്ലോണം തോർത്തില്ലാന്ന് തോന്നുന്നു. എവിടെ വെള്ളം ദാ ഇറ്റിട്ട് വീണു. എപ്പോ എന്റെ കുട്ടി ഒറ്റയ്ക്ക് കുളിക്കാൻ പോക്ക് തുടങ്ങിയോ അന്ന് തൊട്ട് ഇങ്ങനെയാ. നാരായണ, അടുക്കളയിൽ ദോശ ഇട്ട് വെച്ചിട്ടുണ്ട്, വേഗം കഴിച്ചിട്ട് പുറപ്പെടാൻ നോക്ക്. ഞാൻ ഒരുങ്ങട്ടെ. ഇതിട്ടോളൂ. അമ്മുമ്മേ, മുത്തശ്ശിക്ക് വയ്യാതല്ലേ പാവം, ഇവിടെ ഇരുന്നോട്ടെ. അല്ലെങ്കിലും അമ്മയ്ക്ക് നടക്കാൻ പറ്റുന്നുണ്ടാവില്ല. എനിക്ക് നടക്കാൻ വയ്യെന്ന് ആരാടാ പറഞ്ഞത്? എന്റെ അപ്പ നിങ്ങൾ നടന്നെത്തോ? സാക്ഷാൽ മഹാലക്ഷ്മി വീട്ടിൽ നിന്ന് കയറുന്ന ദിവസമായിരുന്നു. ഇതിലും നല്ലൊരു സുദിന ഇനി ഉണ്ടാവാനുണ്ടോ? അറിഞ്ഞില്ലേ കുഞ്ഞിരാമ വിശേഷങ്ങളൊക്കെ? പിന്നെ അറിയാതെ നല്ല കാര്യങ്ങൾ അറിയണതും കേൾക്കണതും ഒരു സന്തോഷം തന്നെയാണേ. എല്ലാരും പറയുന്നുണ്ട് നല്ല സ്ഥലത്താ കുട്ടിയെന്ന് പെട്ടിരിക്കണേന്ന്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നാരായണൻകുട്ടിയുടെ ശുക്രദശയെന്ന് കൂട്ടിക്കോളൂ. രാത്രി കുട്ടിയെ തോണി കടത്തി വിടുമ്പോ ഒന്ന് ശ്രദ്ധിച്ചോണ്ടേ കുഞ്ഞിരാമ. അതിപ്പോ വയ്യാത്തവരുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധയില്ലാണ്ടിരിക്കുവോ? അമ്മൂമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? സ്നേഹം നിറഞ്ഞ, വാത്സല്യം നിറഞ്ഞ, ആഭിജാത്യം നിറഞ്ഞ നാട്ടുകാരെ, സ്നേഹിതരെ, സഹോദരി സഹോദരന്മാരെ, ഗുരുഭൂതന്മാരെ, ഇന്നത്തെ ദിവസം പാലക്കാവ് നിവാസികൾക്ക് ഒരു സുദിനമാണ്. കരുണാമയമായ ഒരു കാര്യമാണ് ഇന്നിവിടെ ഈ സ്റ്റേജിൽ നടക്കാൻ പോകുന്നത്. ഈ നാടിന്റെ പുരോഗമന പ്രവർത്തനങ്ങളിൽ എന്നും മുൻപന്തിയിൽ നിന്നിട്ടുള്ള ഈ ബ്രൈറ്റ്മെൻസ് ക്ലബിന്റെ ധർമ്മ പ്രവർത്തനത്തിന്റെ ഭാഗമായി വികലാംഗനായ മേലേടത്ത് നാരായണൻകുട്ടിക്ക്, അതെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ മേലിടത്ത് നാരായണൻകുട്ടിക്ക് നടക്കാൻ ഒരു കൃത്രിമ കാലും
ജീവിതോപാധിയായി ഒരു പെട്ടിക്കടയും ഏതാനും നിമിഷങ്ങൾക്കകം സംഭാവന ചെയ്യപ്പെടുകയാണ്. നമ്മുടെ ഏവരുടെയും കണ്ണിലുണ്ണിയായ ശ്രീമാൻ ലാസർ മുതലാളി പ്രസ്തുത കർമ്മം നിർവഹിക്കുന്നതാണ്. ദൈവമേ കാത്തുരക്ഷിക്കണേ ഗുരുവായൂരപ്പാ. ഇത് വെച്ചോളൂ. വേണ്ട, നാരായണൻകുട്ടിക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം ചെയ്ത വഴിപാടാണ്. നമ്മുടെ ഒരു സന്തോഷം. സാരില്ലെന്നേ. വേണ്ട വേണ്ട, നാരായണൻകുട്ടി നമ്മുടെ സ്വന്തം കുട്ടിയെപ്പോൾ തന്നെയാണ്. ഇത് പിടിക്കൂ. എന്നാ ബണ്ണാർത്തി ഇട്ടേക്കാം. ശരി. ഹായ്. ഞാൻ നേരത്തെ കണ്ടമ്മേ. അതിന്റെ കഥ കണ്ടോ? ആ കഥ എങ്ങനെ തുറക്കാം? അത് കഥകല്ല, റോളിംഗ് ഷട്ടർ എന്ന് പറയും. അത് ശരി. അതിങ്ങനെ പിടിച്ച് മേലോട്ട് പൊക്കുക. അമ്മമ്മേ, നമ്മുടെ കട. നമ്മുടെ ഏവരുടെയും കണ്ണിലുണ്ണിയായ ശ്രീമാൻ ലാസർ മുതലാളിയെ ബ്രൈറ്റ്മെൻസിന്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നാട്ടുകാരെ, സഹജീവികളെ, പ്രിയപ്പെട്ടവരെ, ബ്രൈറ്റ്മെൻസ് ക്ലബ്ബ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 4 വർഷമേ ആയിട്ടുള്ളൂവെങ്കിലും വളരെയധികം സൽക്കർമ്മങ്ങൾ ബ്രൈറ്റ്മെൻസ് ക്ലബ്ബ് ഇതിനകം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. പാവപ്പെട്ട കുട്ടികൾക്ക് യൂണിഫോം തയ്ച്ചു കൊടുക്കുക, പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുക, വിധവകൾക്ക് തയ്യൽ മെഷീൻ വാങ്ങിക്കൊടുക്കുക, അങ്ങനെ നിരവധി നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങളുടെ ബ്രൈറ്റ്മെൻസ് ക്ലബ്ബ് ഇവിടെ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലും വിദേശത്തും വ്യാപിച്ചു കിടക്കുന്ന ഈ സംഘടനയുടെ പ്രവർത്തനം നമ്മുടെ പാലക്കാവ് ഗ്രാമത്തിലേക്ക് കൂടി വ്യാപിപ്പിച്ചത് സത്യം പറഞ്ഞാൽ, വാസ്തവം പറഞ്ഞാൽ, ഏതാനും വർഷങ്ങളായി വ്യാവസായികമായ കാര്യങ്ങൾക്ക് ഇവിടെ സ്ഥിരതാമസമാക്കിയിട്ടുള്ള നമ്മുടെ ഈ നാടിന്റെ പൊന്നോമന പുത്രനായ ലാസർ മുതലാളിയാണ്. ഇന്നിവിടെ നടക്കാൻ പോകുന്ന ഈ സൽക്കർമ്മം നിർവഹിക്കുന്നത് മിസ്സിസ് മേനോനാണ്. അവർക്ക് മലയാളം അറിയില്ലെങ്കിലും എനിക്ക് മലയാളം അറിയാം. പറയാം. കാലില്ലാത്ത ദുഃഖവും പേര് നടക്കുന്ന ശ്രീ നാരായണൻകുട്ടിയെ ഞാൻ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാട്ടുകാരെ, കാലില്ലാത്ത ദുഃഖവും പേര് നടക്കുന്ന ശ്രീ നാരായണൻകുട്ടിയെ നാം ഇന്നൊരു കട ഉടമസ്ഥനാക്കി മാറ്റുകയാണ്, ഒരു കച്ചവടക്കാരനാക്കി മാറ്റുകയാണ്. ഇതാ ഇന്നു മുതൽ ഈ കാണുന്ന കടയുടെ ഉടമസ്ഥനായ അദ്ദേഹം. നാട്ടുകാരെ, ജോലി ചെയ്ത് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഈ ചെറുപ്പക്കാരന് സ്വന്തമായൊരു ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഈ കടയുടെ ഉദ്ഘാടനത്തിന് മുമ്പ് മഹത്തായ ഒരു കർമ്മം ഇവിടെ നടക്കുകയാണ്. ശ്രീ ഗോപാലൻകുട്ടിക്ക്, നാരായണൻകുട്ടി എന്ത് കുട്ടിയായാലും ഒരു കുട്ടിയല്ലടോ, ശ്രീ നാരായണൻകുട്ടിക്ക് ഒരു കൃത്രിമക്കാൽ ദാനം ചെയ്യുന്നതാണ്. ഈ ചടങ്ങ് നിർവഹിക്കുന്നതിന് ഞാൻ മിസ്സിസ് മേനെ സ്റ്റേജിലേക്ക് സ്റ്റേജിലുണ്ട്. അവർ സ്റ്റേജിലുണ്ടെന്ന് എനിക്കറിയാം. അവരെ ഞാൻ മുന്നിലേക്ക് ക്ഷണിക്കണം. കൈ എവിടെ? കയ്യല്ല കാല്. കൈയായാലും കാലായാലും ഒരു ഉപകാരത്തിനുള്ളതല്ലേ? കാലെവിടെയെന്ന് ആണുങ്ങൾ ഒറ്റെണ്ണത്തിന് സ്റ്റേജിൽ കയറ്റരുതെന്ന് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞു. ഇത്രയും വൃത്തികെട്ടവന്മാർ എന്റെ എല്ലാ ഗോപാലൻകുട്ടി ഒന്ന് എഴുന്നേറ്റ്. എന്ത് കുട്ടിയല്ലേ എന്നിട്ട് കിട്ടുമോ? മെല്ലെ മെല്ലെ. ഇനിതാ ചാടല്ലേ. എന്നെ കൊടുത്തേ. ഒരു സെക്കൻഡ് ഡേവിഡ് ഒരു ഫോട്ടോ എടുത്തേ. പഴം എടുക്കുന്നു. ഒരു ഫോട്ടോ ആരടി. ഇനി കൊടുത്തേ കൊടുത്തേ. കയ്യിൽ 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 കയ്യിൽ.
പേർക്ക് ഇതിനു മുമ്പ് ഇതുപോലെ കാല് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട ചെയ്യുന്നു. ദേ ഇനി ഇത് കഴിഞ്ഞാ പിന്നെ അവിടെ മറ്റേ കാര്യം ഇനി കത്തിരില്ല കത്ത. അങ്ങോട്ടും നടത്തിപ്പിച്ച് നോക്കണ്ടേ? അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. ഒക്കെ ഞാൻ ശരിയാക്കാം. സമാനായിട്ടിരിക്കും. എവിടെ എല്ലാം ശരിയായിട്ടുണ്ടോ? ആ ഒന്ന് മാറിയുന്നേ. ആ എഴുതരുത്. നടക്ക്. ദൈവത്തെ മനസ്സിൽ വിചാരിച്ച ഈ താക്കോൽ പിടിച്ചോളൂ. ആ ഫോട്ടോഗ്രാഫർ എവിടെ? റെഡി പ്ലീസ്. എടുത്തു. കട അങ്ങോട്ട് തുറക്കണോ? വലുതാലും വെച്ചാൽ കയറാ. കയറാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലടോ. ഇല്ല. ഇനി ഐശ്വര്യമായിട്ട് കച്ചവടം അങ്ങോട്ട് തുടങ്ങാം. വരി വരിയായിട്ട് നിൽക്കുക. എന്താ വേണ്ട വെച്ചാൽ കൊടുക്കുക. ഒരു പാക്കറ്റ് ഷാമ്പു തന്നെ. എന്താ പറഞ്ഞു? നന്നായി ഒരു ഒരു 2 പാക്കറ്റ് മിഠായി എടുത്തേ. ഇത് മതിയോ? മതി, അത് മതി. ഒരു ഇത്തിരി സ്ഥലം തരും. ഞാൻ ഈ കുട്ടിയൊക്കെ കുതിരി മിഠായി കുറച്ച് സ്ഥലം തരൂ. ഞാൻ കൊടുക്കാം. കുട്ടികളുടെ സന്തോഷം. വൈശാലിവിള ടൗണിലൊന്നും കിട്ടില്ല. കോയമ്പത്തൂർന്ന് വരുത്തിയതാ. എന്താ കുമാരേട്ടാ ഈ വികലാംഗൻ എന്ന് വെച്ചാ? വികലാംഗൻ എന്ന് വെച്ചാൽ വികലമായ അംഗത്തോട് കൂടിയവൻ ആരോ അവൻ വികലാംഗൻ. അയാൾക്കൊരു കാലില്ല അത്രേ. എന്നാലും അയാളെ കാണാനൊരു ഐശ്വര്യമൊക്കെ ഉണ്ടേ. ഇങ്ങോട്ട് നോക്ക. ഈ പുരുഷന്മാരുടെ ഐശ്വര്യം സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് മോന്തയ്ക്കല്ല, മനസ്സിലാ? അത് കുമാരേട്ടൻ പറയണത് ശരിയാ. കൈയോട് ഉത്രട്ടാതിയ നക്ഷത്രം. അയ്യോ, അതെങ്ങനെ മനസ്സിലായി? സാമുദ്രിക ലക്ഷണം, ജ്യോത്സ്യം ഇതൊക്കെ പഠിക്കാതെ ഇങ്ങനൊരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ പറ്റുമോ മോളെ? അല്ലേ? അയ്യോ, എന്താ വേദനിച്ചോ? ഇല്ല. എന്താ വേണ്ടത്? കയ്യൊന്ന് ഒഴിഞ്ഞോട്ടെ, ഇപ്പൊ തരാട്ടോ. അവനിപ്പോ വരും അമ്മമ്മേ. പീടിയെ പൂട്ടി കടവും കടന്ന് ഇങ്ങോട്ട് എത്തണ്ടേ? നാണക്കുട്ടൻ നമ്പ്യാരെ കൊണ്ട് എഴുതിച്ച ആ തകിട് അത് കുട്ടിയുടെ അരയിൽ ഇല്ലാവോ? ഒക്കെ ഉണ്ടമ്മേ. ആണുങ്ങൾക്ക് ശാപമുള്ള ഒരു തറവാടാണ്, അത് ഓർമ്മയുണ്ടാവണം. അമ്മയൊന്നും മിണ്ടാണ്ടിരിക്കണുണ്ടോ? നാരായണ എത്തിയില്ലോ. ആവോ, ഇപ്പൊ കണ്ട എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു കുറവുണ്ടെന്നേ തോന്നൂല. 2 കാലും ഉള്ളമാതിരി തന്നെ. ആ വടി ഉപേക്ഷിച്ചതേ ഐശ്വര്യായി.
ഇപ്പൊ നടക്കാൻ നല്ല സുഖമുണ്ടല്ലേ? സുഖം. കാലങ്ങനെ വിങ്ങുക. ഇങ്ങോട്ടിരുന്നത്. അമ്മമ്മ അവിടെ ഇരുന്നോളൂ. അതെന്തിനാ അഴിക്കുന്നേ? അതവിടെ ഇരുന്നോട്ടെ. നിനക്ക് ഓർമ്മയുണ്ടോ സീമന്തിനി? മുത്തശ്ശന് മുൻവരിയില് സ്വർണം കെട്ടിച്ച 4 വെപ്പ് വല്ലതും ഉണ്ടായിരുന്നു. ചിരിക്കുന്ന കാണാ എന്താ ഒരു ചന്തം. അതൊന്നും അഴിച്ചു വെച്ചിട്ടാ കിടക്കാറ്. ഇതും അവിടെ ഇരുന്നോട്ടെന്നേ. പകല് മുഴുവൻ ഞാൻ വേദന തിന്നായിരുന്നു. ഇനിയെങ്കിലും ഇത് അഴിച്ചു വെച്ചില്ലെങ്കിൽ